ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടു തുടങ്ങിയപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അതെ, നമ്മൾ കറങ്ങി കുട്ടനാട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഇൻട്രോയിൽ നിന്നും വ്യത്യാസമായിട്ട് ഇന്ന് വെള്ളത്തിൻ്റെ നടുക്ക് വെച്ച് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് കുറച്ച് കുട്ടനാടൻ വിശേഷങ്ങളാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് വരുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ടൊരു വ്ളോഗ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ട്രാവൽ ചെയ്ത നൈറ്റിലായിരുന്നു, അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇന്ന് കുട്ടനാട്ടിൽ എൻ്റെ വീട്ടിലാണ് 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നിന്നപ്പോഴാണ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചത്. കറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ വ്ളോഗിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതാ വെറുതെ ഞാനും അമ്മയും ദീപവും കൂടെ ആയിട്ട് ആ ഒരു കുഞ്ഞു വള്ളത്തിൽ, ഇതിന് ശിക്കാര വള്ളം എന്നാണ് പറയുന്നത്. അപ്പോൾ വള്ളത്തിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് ടെർമിനൽ കാണാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെയും കൂട്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കൈനഗിരി കുട്ടമംഗലം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉള്ള ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നാണ് ഈ സീ പ്ലെയിൻ ടെർമിനൽ എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. കുട്ടനാട് എന്ന് പറയുമ്പോഴേ എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് എടുക്കണം, ഹൗസ് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചിലവാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹൗസ് ബോട്ട് എടുത്ത് അത്രയും രൂപ ചിലവാക്കാണ്ടും കുട്ടനാട് കാണാം എന്നുള്ളൊരു അറിവ് കൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ഈ ഒരു ടൈപ്പ് വള്ളം ശിക്കാര എന്ന് പറയും. ഇങ്ങനത്തെ ഒരു ടൈപ്പ് വള്ളമാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടനാട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഫാമിലി ആയിട്ട് ഒരു സമയത്ത് ഇതിലൊരു 5 മുതൽ 8 പേർക്ക് വരെയൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ അത്യാവശ്യം ഇതുപോലെയൊക്കെ നിൽക്കാനും പറ്റും. ഹൗസ് ബോട്ട് പോലെ ഇങ്ങനെ ഓടി നടക്കാനൊന്നും പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണേലും, അതായത് കായലാണേലും കുഞ്ഞ് ഹൗസ് ബോട്ട് കയറാത്ത കുട്ടനാടിൻ്റെ ഉള്ളിലോട്ടുള്ള ഭംഗി കൂടി ഇങ്ങനെയുള്ള ബോട്ടിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് അവർ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ടൈമൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. അല്ലാത്ത പക്ഷം ഒരു 500-600 റുപ്പീസാണ് പെർ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൗസ് ബോട്ടിന് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ ഒരു 8000 റുപ്പീസ് ആവും ഒരു ഡേ. അതായത് നൈറ്റ് ഇല്ലാതെ രാവിലെ ചെക്ക് ഇൻ ചെയ്ത് വൈകിട്ട് ചെക്കൗട്ട് ചെയ്യാനാണെങ്കിൽ ഒരു 8000 റുപ്പീസ് ആവും. അതൊരു മിനിമം ചാർജാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഒരു ഫാമിലിയുടെ കാര്യമാണ്. അപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ ഒരു 8000. പിന്നെ നമ്മളൊരു 10-15 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് വെച്ചിട്ട് ഒരു 1000 അങ്ങനെ കൂടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓരോ വള്ളത്തിൻ്റെയും ഫെസിലിറ്റീസ് അനുസരിച്ചിരിക്കും. അപ്പോൾ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ ഒരു ടൈപ്പ് വള്ളമാണ് ഇപ്പോൾ നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 10,000-2,500 രൂപയിൽ കുട്ടനാട് അത്യാവശ്യ ഭാഗങ്ങളൊക്കെ കണ്ട് നമുക്ക് മടങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇപ്പം എൻ്റെ വീടിരിക്കുന്ന ഒരു, അതായത് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ തോട്, ആറ്, കായൽ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ തോടെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല, ഇതുപോലത്തെ ഈ ഒരു ഇതിനാണ് തോടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ആറ് എന്ന് പറയും, ആറിലോട്ട് ഇറങ്ങുവാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്, ടെർമിനലിന് അങ്ങോട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അവിടെ ചെന്നിട്ട് അമ്മയും ദീപുവിനെയൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. ഞാനിപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പം കുട്ടനാട് വീഡിയോയിൽ കണ്ടിട്ടുള്ളവരാണെങ്കിലും ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത് നമ്മുടെ കായൽ സൈഡിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും. ഇത് കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഈ കാണുന്ന വീട് കണ്ടോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പില്ലറിലാണ് പണിത് ഉയർത്തിയിട്ടുള്ളത്. അതായത് ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷം ഇപ്പോൾ ഇവിടെ ഉള്ളവർ വീട് പണിയുമ്പോൾ ഇതുപോലെ പില്ലേഴ്സിലാണ് വീട് പണിയുന്നത്.
നമ്മൾ മീനപ്പള്ളി കായലിലോട്ടാണ് എൻ്റർ ആവുന്നത്. അപ്പോൾ ഈ കായലിൻ്റെ സൈഡിൽ, ഈ ലേക്കിൻ്റെ സൈഡിലാണ് നമ്മുടെ ഹൗസ് ബോട്ട് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പലോമ റിസോർട്ടാണ്. അപ്പോൾ ഇതാ കാണുന്നതാണ് നമ്മുടെ ഹൗസ് ബോട്ട് ടെർമിനൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് കാണുന്നതിൽ കുറച്ച് പേരെങ്കിലും ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒരുപാട് മലയാളം സിനിമകളിലും തമിഴ് സിനിമകളിലൊക്കെ ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാട്ട് സീനിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത്. ഇത് ഈ കാണുന്നത് ഇതൊരു ചെറിയൊരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഇത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നല്ല രസമാണ് ഇതിൽ കയറി നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ ബോട്ടിലൊക്കെയാണ് ഇതുപോലെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിലിറങ്ങിയിട്ടായിരിക്കും നമ്മൾ ആ ഹൗസ് ബോട്ട് ടെർമിനലിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഈ വെള്ളത്തിലാണ് നമ്മൾ വന്നത്. ഈ വെള്ളം ഓടിച്ചത് ഷീജോ ചേട്ടനാണ്. അപ്പം ഈ വെള്ളത്തിലായിരിക്കും സാധാരണ നമ്മളിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ, കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനായിട്ട് ഇതായിരിക്കും എടുക്കുന്നത്. സീപ്ലെയിൻ ടെർമിനലും ആണ്, പ്ലസ് ഹൗസ് ബോട്ട് ടെർമിനൽസും ഉണ്ട്. ഈ കാണുന്ന എല്ലാം ടെർമിനൽസാണ്. അപ്പോൾ നൈറ്റ് വന്നിട്ട് ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കിങ്ങനെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തേക്കാണ് ഗവൺമെൻറ്. പക്ഷേ ഇതിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനാഗുറേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പണി തുടങ്ങി കുറേ ആയപ്പം അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ടൂറിസ്റ്റുകൾ എപ്പോഴും വന്ന്, ഇപ്പോൾ പോലും ഇന്നൊരു മൺഡേ ആണ്, എന്നിട്ട് പോലും ഈ ഒരു സമയമായപ്പോൾ ഭയങ്കര ആളാണ്. പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൺസെറ്റും സൺറൈസും കാണാനായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട്. അപ്പം നമ്മളിന്ന് ഇവിടുത്തെ സൺസെറ്റൊക്കെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയമാകുമ്പോൾ, സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോൾ ഇവിടെ നല്ല ആൾ വരും. നമ്മൾ ആക്ച്വലി വന്നിട്ടൊരു 10-15 മിനിറ്റ് ആവുന്നു. വന്നപ്പോഴത്തേക്ക് കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇതാ സൺസെറ്റിൻ്റെ ടൈമായി വന്നപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾ വരുന്നുണ്ട്. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം ക്രൗഡും ഉണ്ട്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനും കടയും അത് ഇതെല്ലാം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതെ, സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനെ കുറച്ച് കടകളും, കുഞ്ഞു കുഞ്ഞു കടകൾ, ഒരുപാടൊന്നും ഇല്ല, എന്നാലും കുറച്ച് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് ഞാൻ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു പരുന്തുണ്ടായിരുന്നു, ഒരു വലിയ പരുന്ത്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഒരു കരിക്ക് വയ്ക്കുന്ന ചേട്ടൻ്റെ കയ്യിലായിരുന്നു എന്ന് തോന്നുന്നു. അതിങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഗവൺമെൻറ് അതെന്തോ ബാൻ ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതുകൂടെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അതൊന്നും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇപ്പോൾ ഇല്ല, അതെന്തോ ബാൻ ആയതുകൊണ്ട് അതിപ്പോൾ ഇല്ല. എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് അല്ലേ? അതെ, നമ്മൾ വന്നതിന് ശേഷം ഏകദേശം ഒരു 4-5 ബോട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്രൗഡുണ്ട്. അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇങ്ങോട്ട് വരാനെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ആലപ്പുഴയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്പോട്ടും വിസിറ്റ് ചെയ്യണം. ഒരിക്കലും ഒരു നഷ്ടമായിട്ടൊന്നും തോന്നത്തില്ല. മാക്സിമം ഈവനിങ് ടൈം വരാൻ നോക്കണം. സൺസെറ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ഭംഗി കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ വരാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ഒന്നെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഡയറക്റ്റ് ഇതുപോലത്തെ കുഞ്ഞു വള്ളം അല്ലെങ്കിൽ ഹൗസ് ബോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇത് കൈനേരിയാണ്. കുറച്ചുകൂടെ എളുപ്പം വന്നിട്ട് ആലപ്പുഴ വരെ വരുന്നതിന് പകരമായിട്ട് കളർകോട് വന്നിട്ട് ചങ്ങനാശ്ശേരി റോഡ് AC റോഡിൽ കൈനഗിരി പഞ്ചായത്തിൻ്റെ അങ്ങോട്ട് വന്ന് ഒരു ബോട്ട് വിളിച്ച് വരുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അതെ, അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അതായിരിക്കും നല്ലത്. കൈനേരി പഞ്ചായത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ബൈക്കിലോ കാറിലോ ഒക്കെ വന്ന് നമ്മുടെ വണ്ടി അവിടെ ഇട്ടതിന് ശേഷം പേ ആൻഡ് പാർക്കൊക്കെ ഉണ്ട്. അവിടെ ഇട്ടതിന് ശേഷം ഇതുപോലത്തെ വള്ളം വിളിച്ച് 1-2 മണിക്കൂറാണെങ്കിൽ ഇവിടം ഇതുപോലെ ചാവറ പള്ളി അങ്ങനെ കുറച്ച് സ്പോട്ടുകൾ ഇതിന് ചുറ്റിനും തന്നെ ഉണ്ട്. പിന്നെ കുറേ ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റിയ ടോഡി ഷോപ്പുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. കുറേ നല്ല വ്യൂ പോയിന്റ്സുകളുണ്ട്. അപ്പോൾ കായലിൽ തന്നെ വട്ടക്കായൽ, അതെ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഡയറക്റ്റ് കൈനേരി വരിക, ഇങ്ങനെ ഒരു ബോട്ട് എടുക്കുക, 1-2 മണിക്കൂർ ചുറ്റുക, പോവുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ നോക്കാം.
സൺസെറ്റ് ആവാൻ കുറച്ച് സമയം കൂടെ എടുക്കും തോന്നുന്നു. അപ്പോൾ അതിന് മുന്നേ ഇവിടെ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം നിങ്ങളിലോട്ട് കൂടെ കാണിക്കാം. അപ്പോൾ ഒരു നമുക്കൊരു കാര്യം കണ്ടിട്ട് വരാം. ഇത് കണ്ടോ, പല ടൈപ്പ് സർബത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഡാൻസ് ജ്യൂസിലെ ഡാൻസ് കുലുക്കി സർബത്ത് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതെന്താണെന്ന്. അതുപോലെ ഇവിടെ ഉള്ളൊരു മെയിൻ ആക്ടിവിറ്റീസിലൊന്നാണ് ഈ സ്പീഡ് ബോട്ടിൽ റൗണ്ട് ചെയ്യുന്നത്. അതായത് ഈ സ്പീഡ് ബോട്ടിൽ ഒരു വട്ടം ഈ ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ ചുറ്റിനും റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിന് 200 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൈ ബോസ് സിനിമയിൽ ദിലീപ് പറഞ്ഞ പോലെ സൂര്യൻ തോട്ടിലേക്ക് പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. കളറൊന്നും മനസ്സിലാവുന്നില്ല ക്യാമറയിൽ, നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു സൈൻ ഓഫ് കൂടെ പറഞ്ഞേക്കുവാണ്. ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സമയമില്ല. അപ്പോൾ അടിപൊളി ഒരു സൺസെറ്റ് കണ്ടു. എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ സൺസെറ്റിൻ്റെ ടൈമിൽ നിങ്ങൾ കറക്റ്റ് ഇവിടെ ഉണ്ടാവണം. നല്ലൊരു വ്യൂ ആണ്. കറക്റ്റ് നമുക്ക് ആ ഒരു വലിയ ശല്യങ്ങളോട് ഇന്നിനി വീക്ക് ഡേ ആയതുകൊണ്ടാണോന്നും കൂടെ അറിയത്തില്ല. എന്തായാലും നല്ലൊരു സ്പോട്ടാണ്. ഇത്രയും നാളായിട്ട് ഞാനിത് മിസ് ചെയ്തല്ലോ എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കണേ. അറിയായിരുന്നെങ്കിൽ പോലും ഇങ്ങോട്ടായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മളൊരു വട്ടം ചേച്ചി വന്നപ്പോൾ ചേച്ചീനെ കാണിക്കാൻ വന്നു. ഒന്ന് നല്ല ഉച്ച സമയമായതുകൊണ്ട് ഇവിടെ ഒന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ഇതിനെ ചുറ്റിനും ഒരു റൗണ്ട് വെച്ചിട്ട് അങ്ങ് പോകുമായിരുന്നു. വൈകുന്നേരം 5 മണി കണക്കാക്കി വന്നാൽ മതി, കറക്റ്റ് ടൈമായിരിക്കും. അപ്പോൾ ഒരു 1.5 hour ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് സൺസെറ്റൊക്കെ കണ്ട് പോവാം. അപ്പോൾ ഇതാ കുട്ടനാട്ടിലെ ആദ്യത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കുറച്ച് വ്ലോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ഒരുപാട് സിനിമയിലെ കാണിക്കുന്ന ഒരു പാലാണിത് കേട്ടോ. ബിഗ് ബോസിലുണ്ട്, നമ്മുടെ അതിൻ്റെ പേര് മറന്നുപോയല്ലോ, സൗണ്ട് തോമനോ എനിക്കറിഞ്ഞൂടോ. ഒരുപാട് സിനിമയിലുണ്ട് ഈ പാലം. ശരിക്കും ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇതിൻ്റെ ഒരു സ്ലോപ്പാണ് മിക്ക സീനിൽ കാണിക്കുന്നത്. ലൈറ്റ് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയത് നമ്മൾ വേറെ റൂട്ടിലായിരുന്നു, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഇപ്പൊ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അമ്മ ഹായ്. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ലൈൻ, നമ്മുടെ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് വരാൻ നേരത്ത് ഇതാണ് ബോട്ട് ജെട്ടി. ഈ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയിട്ട് വേണം വീട്ടിലോട്ട് വരാനായിട്ട്. ഗോവേന്ത എന്ന് പറയും.
ഗോവിന്ദ പള്ളിയാണിത്. ഇപ്പൊ ഈ ചാവറ ചർച്ചിലോട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വന്നിറങ്ങിയിട്ട് വേണമായിരിക്കും അങ്ങോട്ട്. കുറച്ചധികം നടക്കാനുണ്ട്, എന്നാലും അങ്ങനെ വേണം പോവാൻ. ഇത് ഇതിന്റെ സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ മിക്ക സിനിമയിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ.